ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എൻ്റെ ഒരു ഫ്രണ്ടിന് മാരേജിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് കസ്റ്റമൈസ്ഡ് ആയിരുന്നു. അവർ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നാളെ തന്നെ വേണം, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തന്ന ഓർഡർ ആയിരുന്നു. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ എഡിറ്റിങ്, മേക്കിങ് എന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് A3 സൈസിലായിരുന്നു ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്ത് അതിൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ താഴെ വരുന്ന മെനുവിൽ നിന്ന് സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആ സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് വേണ്ടത് സ്പ്ലാഷ് എഫക്റ്റ് ബ്ലാക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അവർ പറഞ്ഞിരിക്കുന്ന തീമിൽ നമ്മൾ ചൂസ് ചെയ്ത ഒരു സ്പ്ലാഷ് എഫക്റ്റ് ആയിരുന്നു ഇത്. പേജ് കവർ ചെയ്ത് അതിൻ്റെ സൈസൊക്കെ സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ചൂസ് ചെയ്യേണ്ടത്. അതിന് ശേഷം സൈസ് കുറച്ച് വലുതാക്കിയതിന് ശേഷം ബ്ലെൻഡ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് അതിൽ ലൈറ്റൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിക്ചർ വയ്ക്കേണ്ട രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അതിൽ കവറാവുന്ന രീതിക്ക് നല്ല ഭംഗിക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന ആപ്ലിക്കേഷനാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ A3 സൈസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് A3 സൈസിൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഗാലറി എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ പിക്സാർട്ടിൽ നിന്ന് ചെയ്ത് വെച്ചിരിക്കുന്ന, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ അത് കവറായി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അവർ നമുക്ക് അതിൽ വയ്ക്കേണ്ട ഒരു ഡയലോഗ്സ്, സെൻറ്റൻസ് അവർ തന്നെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റ് അവർ പറഞ്ഞ രീതിക്ക് ഫോണ്ടൊക്കെ മാറ്റി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. PDF പ്രിൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മൾ പ്രിൻ്റ് എടുത്തിരിക്കുന്ന ഷീറ്റ്, A3 ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ A3 ഫ്രെയിമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.